എപ്പോഴൊക്കെ നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് ആലോചിക്കുന്നു, ആദ്യത്തെ ചിന്ത ഒരു ബിസിനസ്സുകാരന്റെ മനസ്സിലേക്ക് വരുന്നത് ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഗുഡ് പീപ്പിൾ, കുറച്ചുകൂടെ നല്ല ആളുകളെ എവിടെ കിട്ടും എന്നുള്ള ചിന്തയാണ് ഒരു ബിസിനസ്സുകാരന്റെ. എപ്പോ ഗ്രോത്തിനെ കുറിച്ച്, വളർച്ചയെ കുറിച്ച് എപ്പോ അവന്റെ ആഗ്രഹിച്ചാലും അല്ലെങ്കിൽ ആലോചിച്ചാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഗുഡ് പീപ്പിൾ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഒരാളെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഹയറിങ് ഇസ് വെരി ഈസി, ഹയറിങ് ഇസ് വെരി സിമ്പിൾ. ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ആരെ വേണേലും ഹയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ലീഡർ, നോട്ട് എ ലീഡർ, എനി ഹയറിങ് ഈസ് ബാഡ്. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ലീഡർ, എനി ഹയറിങ് ഈസ് എ ബാഡ് ഹയറിങ്. നിങ്ങൾ ഇനി ഏത് വലിയ സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയിയെ ഹയർ ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്തിക്കോ, നിങ്ങൾ മികച്ചൊരു ലീഡർ അല്ല എങ്കിൽ ദാറ്റ് ഹയറിങ് വിൽ ബിക്കം എ ബാഡ് ഹയറിങ്. നിങ്ങൾക്ക് മികച്ചൊരു കൾച്ചർ, നിങ്ങളുടെ ബിസിനസിന്റെ അകത്ത് നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ എനി ഹയറിങ് ഈസ് എ ബാഡ് ഹയറിങ്. എത്ര മികച്ച ആളിനെ കിട്ടിയെന്ന് പറഞ്ഞാലും ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ലീഡർ, if you are not having a good culture, if you don't have a good vision, if you don't have a vision, any hiring is a bad hiring. നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ അറിയത്തില്ല എങ്കിൽ any hiring is a bad hiring. എനിക്ക് ഡ്രൈവറെ കിട്ടാൻ ഈ സമയം മതി, പക്ഷെ ഞാനൊരു നല്ല ലീഡർ അല്ലെങ്കിൽ, എൻ്റെ ബിസിനസ്സിൽ ഒരു കൾച്ചർ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്കൊരു വിഷൻ ഇല്ലെങ്കിൽ, എനിക്ക് ജോലികൾ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാൻ അറിയത്തില്ലെങ്കിൽ, എത്ര മികച്ച ഡ്രൈവർ ആണെങ്കിലും, എത്ര ക്വാളിറ്റി ഉള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിലും, ഇറ്റ് വിൽ ബിക്കം എ ബാഡ് ഹയറിംഗ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹയറിംഗ് ഈസ് ഈസി ടു ഡു, യു ക്യാൻ ഡു ഇറ്റ് ഇൻ നോ ടൈം. ബട്ട് ഈ ഹയറിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ, ഏത് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇത് ഈസ് ജസ്റ്റ് 5%, 5% ഉള്ളൂ. ദിസ് ഈസ് 95% ഇൻ ഹയറിംഗ്. ആളിനെ കിട്ടാത്തതല്ല കുഴപ്പം, ആളിനെ എടുക്കാനല്ല പാട്, ഇത് സെറ്റ് ചെയ്യാനാണ് പാട്. ഇത് സെറ്റ് ചെയ്യാതെ നിങ്ങൾ ഇനി പുള്ളിയെ നേരിട്ട് കൊണ്ടുവന്ന് സ്റ്റാഫ് ആക്കിയാലും ഒരു കാര്യമില്ല. കാരണം ഇറ്റ്സ് ജസ്റ്റ് 5%. ആളെ കണ്ടെത്തി അപ്പോയിന്റ്, കറക്റ്റ് ആളിനെ കണ്ടെത്തി, കമ്മിറ്റഡ് ആളിനെ കണ്ടെത്തി, ടാലന്റഡ് ആളിനെ കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹയറിംഗിന്റെ വെറും 5%. ബാക്കി 95% ഈസ് ഇൻ യുവർ ലീഡർഷിപ്പ്, കൾച്ചർ, വിഷൻ, ഡെലിഗേഷൻ ആൻഡ് യുവർ സ്കിൽ ഇൻ ലീഡിങ്, ഇൻ മാനേജ്. ഇത് സെറ്റ് ആവാതെ ഇതിന്റെ പുറകിന് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇറ്റ്സ് ജസ്റ്റ് 5%. നല്ല ആളുകളിൽ നിന്ന്, ടാലന്റഡ് ആളുകളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട്, ഫോഴ്സ്ഫുള്ളി അല്ല, നാച്ചുറൽ ആയിട്ട് അവന്റെ പ്രൊഡക്ടിവിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ലീഡർ ഉണ്ടാവുന്നത്. അതാണ് ലീഡർഷിപ്പ് സ്കിൽ. വി ഹാവ് ടു ലേൺ ടു ബ്രിങ് ഔട്ട് ദാറ്റ് പെർഫോമൻസ് നാച്ചുറലി, നാച്ചുറൽ പെർഫോമൻസ് ഔട്ട് ഓഫ് ദം. അതിന്റെ തെളിവല്ലേ, ഒരു കമ്പനിയിൽ വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടുന്ന് മറ്റെന്തോ കാരണത്താൽ റിസൈൻ ചെയ്തു. അതേ വ്യക്തി മറ്റൊരു കമ്പനിയിൽ എത്തുമ്പോൾ ലേസി ആവുന്നു. അല്ലെങ്കിൽ മറ്റൊരു സിനാരിയോയിൽ ഒരു കമ്പനിയിൽ വളരെ ലേസി ആയിട്ട് നടന്നിരുന്ന ഒരാൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിയപ്പോൾ അവിടെ ചെന്ന് ഭയങ്കര സ്മാർട്ട് പെർഫോമറായി. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദ പേഴ്സൺ ഈസ് ദ സെയിം. ആ വ്യക്തി സെയിം ആണ്. സ്മാർട്ട് ലേസിയായി, ലേസി സ്മാർട്ടായി. വാട്ട് ഈസ് ദ ഡിഫറൻസ്? രണ്ടിടത്തെയും ലീഡേഴ്സ്, രണ്ടിടത്തെയും ലീഡർഷിപ്പ് ആയിരുന്നു ഡിഫറൻസ്. ഒരിടത്തെ ലീഡർഷിപ്പ് സ്മാർട്ട് ആയിട്ടുള്ള ആളിനെ ലേസിയാക്കി, അടുത്തടുത്ത ലീഡർഷിപ്പ് ലേസി ആയിട്ടുള്ള ആളിനെ സ്മാർട്ടാക്കി. ദാറ്റ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, ദാറ്റ് 95%. ഹു ആർ യു ഈസ് മൈ ക്വസ്റ്റ്യൻ. എ സ്റ്റാർ ഇൻ വൺ കമ്പനി becomes a lazy person in your company. Why? What is the reason? ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? അങ്ങനെ വരാൻ പാടില്ലല്ലോ. This is the difference. Leadership is the real difference. നമ്മുടെ ലീഡർഷിപ്പ് നല്ലതാണെങ്കിൽ നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ നാച്ചുറൽ പെർഫോമൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വരും. They will work
they will perform naturally for you if you are a good leader. സോ നമ്മുടെ കൂടെ ഉള്ളവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ, എൻ്റെ ടീമിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവരെ അല്ല കണ്ടെത്തുന്നത്, എൻ്റെ കുറ്റമാണ്. ഐ എം നോട്ട് എ ഗുഡ് ലീഡർ എന്ന് എനിക്ക് മനസ്സിലാവും. ആ 95% ഞാൻ കറക്റ്റ് ചെയ്യാൻ പോകും. 5% ഐ ക്യാൻ ഡു ഓവർ നൈറ്റ്. ഒരു വീഡിയോ ചെയ്തിട്ടാൽ മതി, ഒരു സ്ലൈഡ് ചെയ്തിട്ടാൽ മതി, യു ക്യാൻ ഗെറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടാലന്റഡ് ആയിട്ടുള്ള ഗുഡ് പീപ്പിൾ, ഗുഡ് എംപ്ലോയീസ്, സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദേ വാണ്ട് ടു ജോയിൻ വിത്ത് സംവൺ ഹു ഈസ് ഹയർ ദാൻ ദം. അവരെക്കാൾ ഉയർന്ന ചിന്താഗതിയുള്ള, ഉയർന്ന നിലവാരം പുലർത്തുന്ന, ഉയർന്ന രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ലീഡറിന്റെ ഒപ്പം ചേരാനാണ് ഏതൊരു നല്ല എംപ്ലോയി ആഗ്രഹിക്കുന്നത്. അതല്ല ഇഫ് ഹി ഓർ ഷീ ഈസ് എ ബാഡ് എംപ്ലോയി, അവൻ ആരുടെ കൂടെ കയറിയാലും കുഴപ്പമൊന്നുമില്ല. അവന് വേണ്ടത് അവനേക്കാൾ കുറഞ്ഞ ആളുകളുടെ കൂടെ കയറാനാണ് അവനിഷ്ടം, അല്ലെങ്കിൽ അവന്റെ റേഞ്ചിലുള്ള ആളുകളുടെ കൂടെ. അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് പോയാൽ മതി. ഇവർക്ക് ഈ ഗുഡ് എംപ്ലോയീസിനെ സംബന്ധിച്ച് ദേ വാണ്ട് ടു ജോയിൻ സംവൺ ഹു ക്യാൻ അപ്ലിഫ്റ്റ് ദം. അവനെയും കൂടി ഉയർത്തിയെടുക്കാൻ പറ്റുന്നവരുടെ കൈക്കാണ് പിടിക്കുന്നത്. സോ ദേ ഓൾവേസ് ലുക്ക് ഫോർ സംവൺ ബിഗർ ദാൻ ദം. അവരെക്കാൾ വലിയ ആളുകളെയാണ് അവർ നോക്കുന്നത്, അവരെക്കാൾ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെയാണ് നോക്കുന്നത്. ഒരു കമ്പനിയിൽ നിന്ന് നല്ലൊരു എംപ്ലോയി മറ്റൊരു കമ്പനി നോക്കുന്ന സമയത്ത് അവനെ ഒരു ഗുഡ് എംപ്ലോയി ആണെങ്കിൽ യു കനോട്ട് പർച്ചേസ് ഹിം വിത്ത് യുവർ മണി ഓർ പാക്കേജ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ വലിയ വലിയ കമ്പനികളും ടാലൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നടക്കുക. ഏത് പാക്കേജ് വേണേലും കൊടുക്കും. ഗൂഗിൾ കൊടുക്കുന്ന പാക്കേജുമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സാലറി, അവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് കൊടുക്കുന്ന പൈസയുള്ളൂ നിങ്ങൾ ഒരു മാസത്തേക്ക് കൊടുക്കുന്ന സാലറി. ഒരാള് ടാലന്റഡ് ആണെങ്കിൽ അവനെ ഗൂഗിളിന് വേണം, അവനെ ആമസോണിന് വേണം, അവനെ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദിന് വേണം, അവനെ ഈ ലോകത്തിന് വേണം. അവിടെ നിങ്ങളുടെ പാക്കേജ് ഒന്നും കണ്ടുകൊണ്ട് അവൻ നിൽക്കത്തില്ല. എന്തുകൊണ്ട് ടാലന്റഡ് ആളുകൾ കൂടെ വരുന്നില്ല? ദേ ആർ നോട്ട് ബിഹൈൻഡ് ദ മണി. കാശ് അവർക്ക് കിട്ടും, അവർക്കറിയാം മണി ഈസ് ജസ്റ്റ് ആൻ ഔട്ട്കം ഫോർ ദെയർ പെർഫോമൻസ്. പിന്നെ അവർ നോക്കുന്ന എന്താണ്? ഹൂ ഐ ആം ജോയിനിങ് വിത്ത്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഇതാണ്. നല്ലൊരു എംപ്ലോയി നോക്കുമ്പോൾ ആർ യു ബിഗർ ദാൻ ഹിം? സോ പാക്കേജ് വെച്ചല്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ടാലന്റഡ് ആളുകളുടെ അടുത്ത്. കോമ്പീറ്റ് വിത്ത് യുവർ ലീഡർഷിപ്പ് സ്കിൽ. This is the only way you can attract good employees, good people to your team. നല്ല സ്റ്റാഫിനെ കിട്ടണോ? ഇംപ്രൂവ് യുവർ ലീഡർഷിപ്പ് സ്കിൽ. പാക്കേജ് അല്ല. നല്ല എംപ്ലോയീസ് ആർ റെഡി ടു വർക്ക് ഇൻ ലോ പാക്കേജസ് അണ്ടർ എ ഗുഡ് ലീഡർ. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് പാക്കേജ് കുറവാണെങ്കിലും അവിടുത്തെ ലീഡർ നല്ലതാണെങ്കിൽ അവൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. ഉണ്ടെങ്കിൽ എന്ത് സാലറി വേണേലും ഞാൻ കൊടുക്കുക, എനിക്ക് നല്ല ടാലന്റഡ് ആളുകളെ വേണം. കിട്ടില്ല. അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല ടാലന്റ്. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഗതികേട് കൊണ്ടായിരിക്കും, താൽക്കാലികമായിട്ടായിരിക്കും അവൻ വരുന്നത്. ഹി വിൽ നെവർ പ്ലാൻ ഫോർ എ ലോങ് ടൈം വിത്ത് യു. അവൻ ചാടും. അവന്റെ തൽക്കാലത്തേക്കുള്ള പ്രശ്നം ചിലപ്പോൾ അവന് വീട്ടിൽ നിൽക്കണോ എന്നുള്ളത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവന് ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ അവനൊരു ചേഞ്ച് പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് എപ്പോ അവന്റെ സിറ്റുവേഷൻ കറക്റ്റ് ആവുന്നോ 6 മാസം അവൻ ചാടും. അതൊന്നും കാണിച്ചല്ല ടാലൻസിനെ കൂടെ നിർത്തേണ്ടത്, അട്രാക്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓൺലി വിത്ത് യുവർ ലീഡർഷിപ്പ്, നത്തിങ് എൽസ്. യൂസ് ലീഡർഷിപ്പ് ടു അട്രാക്ട് ടാലൻസ്. ബിസിനസ് ഈസ് ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് എ ഫിനാൻഷ്യൽ വെഹിക്കിൾ. ഫിനാൻഷ്യൽ വെഹിക്കിൾ, അതാണ് ബിസിനസ്.